ബോസ് സീസൺ 7-ലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആയിരുന്നു പട്ടായ ഗേൾസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആദില നൂറ ഫ്രണ്ട്ഷിപ്പ്. ലാലേട്ടൻ വരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇവരുടെ. എന്നാൽ ബിഗ് ബോസ് സീസൺ 7-ന്റെ അവസാന ഭാഗത്തോടു കൂടി എൻട്രിയുടെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയ കണ്ടസ്റ്റൻസ് നടത്തിയ സ്വാധീനത്തിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായും തകരുകയുണ്ടായി. എന്നാൽ ആ തകർച്ച വളരെ വലുതായിരുന്നു. അനുവുമായി പിന്നെ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴിതാ ആദില നൂറ ലൈവിൽ വീണ്ടും ഇത് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ലൈവിൽ ലാസ്റ്റ് വീക്ക് എപ്പിസോഡ് കണ്ട ഓഡിയൻസിന് വരെ സാഡാക്കി നിങ്ങൾ എന്നായിരുന്നു ഒരു കമന്റ് വന്നത്. അതിന് ഉത്തരമായിട്ട് ആദില നൽകിയത്, അതൊക്കെ ഞങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ രണ്ടുപേരുടെയും മുഖം വളരെ സാഡായിട്ടുണ്ടായിരുന്നു. നൂറ പറയുന്നുണ്ട്, അതൊക്കെ ഒരു അങ്ങനെ ആക്കിയതാണ്, മനഃപൂർവ്വമല്ല. ഇടയിൽ ആദില കയറി പറയുന്നുണ്ട്, നീ മിണ്ടാതിരിക്കുക, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, സിറ്റുവേഷൻ ചെയ്ത തെറ്റുകൊണ്ടല്ലേ എന്നൊക്കെ. നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ്, ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ് എന്ന് ആദില ഉറപ്പിച്ചു പറയുന്നു. അതിനുശേഷം നൂറ അല്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും ഇഷ്ടമായിരുന്ന കണ്ടസ്റ്റൻസ് ആരാണ് എന്ന് ചോദിക്കും ുള്ള മറുപടിയായിട്ട് ആദില നൽകിയത്, നൂറ കഴിഞ്ഞാൽ എനിക്ക് അനുവിനെയാണ് ഇഷ്ടം, ഇങ്ങോട്ട് ഇഷ്ടമാണോ അല്ലയോ എന്നല്ല, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് ആദില മറുപടി നൽകിയത്. കൂടാതെ ഞങ്ങൾ ഹാർട്ട് നൽകിയ ആ ഒരു എപ്പിസോഡൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്നും ചേച്ചിയുടെ ഹാർട്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ ഹാർട്ടും അവളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, അത് അനുവിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുമാണ് ആദില നൂറ അനുവിനെ പറ്റി പറയുന്നത്. ഗേൾസ് എന്നറിയപ്പെട്ടിരുന്ന ആദില അനു നൂറ വളരെ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു പ്രേക്ഷകർ. എന്നാൽ ചില ഈഗോകൾ കാരണം ആ ഗ്രൂപ്പ് നഷ്ടമായാൽ ഇവർ മൂന്നുപേരും വീണ്ടും ഒരുമിച്ച് കാണണം, പഴയ വൈബ് ഇവർക്കുള്ളിൽ വീണ്ടും കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉൾപ്പെടെ.